ഹലോ ഗൈഡ്സ്, വെൽക്കം ടു നന്ദൂസ് ലിറ്റിൽ വേൾഡ്. ഐ എം ശ്രീനന്ദ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം 5th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 1 എ റോഡ് ടു ഹിസ്റ്ററി പറഞ്ഞ ചാപ്റ്ററിൻ്റെ പാർട്ട് 1 ചെയ്തിരുന്നു. ഇന്ന് അതിൽ പാർട്ട് 2 ആണ് ചെയ്യുന്നത്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. ലെറ്റ് us preserve the historical remains. Who would have either visit a museum or heard of it? Would you? What are the objects preserved in a museum? A museum keeps the object or their remains that were once used by man. മ്യൂസിയം എന്ന് പറഞ്ഞാൽ എന്താണ്? മ്യൂസിയം എന്ന് പറഞ്ഞാൽ ഒരാൾ യൂസ് ചെയ്ത സാധനങ്ങൾ വെക്കുന്ന ഒരു സ്ഥലം. പണ്ടുള്ള ആൾക്കാരൊക്കെ യൂസ് ചെയ്ത സാധനങ്ങളൊക്കെ നമ്മൾ മ്യൂസിയത്തിൽ പോയി നോക്കിയാൽ കാണാം. They are preserved because they give much valuable information on the past of human life. അത് വളരെയധികം പ്രിസേർവ് ആണ്. കാരണം അത് നമുക്ക് പണ്ടത്തെ ആൾക്കാരുടെയൊക്കെ വാല്യുബിളായ ഇൻഫോർമേഷൻ അതിൽ നിന്ന് നമുക്ക് ലഭിക്കും. Beside these object monuments like fort, palaces, old buildings, etc. are preserved because of their historical importance. അതൊക്കെ പ്രിസർവ് ആവുന്നത് എന്തുകൊണ്ടാണ്? അതൊക്കെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ടാണ്. അതിനൊക്കെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അത് പ്രിസർവായി ഇപ്പോഴും പ്രിസർവ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരാം. വാട്ട് ഈസ് എ മ്യൂസിയം? എ മ്യൂസിയം കീപ് ദ ഒബ്ജക്റ്റ് ഓർ ദയർ റീമെയിൻസ് ദാറ്റ് വേർ വൺ യൂസ്ഡ് ബൈ മാൻ. അപ്പോൾ വാട്ട് ഈസ് എ മ്യൂസിയം എന്ന് പറഞ്ഞാൽ എ മ്യൂസിയം കീപ് ദ ഒബ്ജക്റ്റ് ഓർ ദയർ റീമെയിൻസ് ദാറ്റ് വേർ യൂസ്ഡ് ബൈ മാൻ. അങ്ങനെ പറഞ്ഞാൽ മ്യൂസിയത്തിൽ വയ്ക്കുന്ന ഒബ്ജക്ട്സ് ഒരാൾ പണ്ടുള്ള ആൾക്കാരൊക്കെ യൂസ് ചെയ്ത സാധനങ്ങളാണ് ഈ മ്യൂസിയത്തിൽ വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അടിയിലൊരു പിക്ചർ കാണുന്നുണ്ട്. പാലക്കാട് ഫോർട്ട്. This is a fort in Palakkad. It is a more than 200 years old. ഇത് 200 വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു ഫോർട്ടാണ്. വി സ്റ്റിൽ പ്രിസേർവ്ഡ് ഇറ്റ്. ഇപ്പോഴും അത് പ്രിസേർവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. വി ആർ ദ ഹിസ്റ്റോറിക്കൽ മോണുമെൻറ്റ് പ്രിസേർവ്ഡ്. എന്തുകൊണ്ടാണ് ഹിസ്റ്റോറിക്കൽ മോണുമെൻറ്റ് ഇപ്പോഴും പ്രിസേർവ് ആയിരിക്കുന്നത്? ഡിസ്കസ്. വിസിറ്റ് പ്ലേസസ് ഓർ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ആൻഡ് പ്രിസേർവ്ഡ് എ റിപ്പോർട്ട് ഓൺ ഇറ്റ്. ഇതിൽ നിന്ന് എനിക്കൊരു ക്വസ്റ്റ്യൻ വരും. ഡിസ്ക്രൈബ് ദ നീഡ് ഓഫ് കൺസേർവിങ് ഹിസ്റ്റോറിക്കൽ മോണുമെൻറ്റ്. അതിൻ്റെ ആൻസർ വരുന്നത് ഹിസ്റ്റോറിക്കൽ മോണുമെൻറ്റ് ആർ ടു ബി പ്രിസേർവ്ഡ് ഫോർ ദ കമ്മിങ് ജനറേഷൻ ആസ് ഇറ്റ് വുഡ് ദം വിത്ത് ദ ഓപ്പർച്യൂണിറ്റി ടു ലേൺ അബൌട്ട് ദ പാസ്റ്റ്. ദേ ആർ പ്രിസേർവ്ഡ് ബിക്കോസ് ദേ ഗീവ് മച്ച് വാല്യബിൾ ഇൻഫർമേഷൻ ഓൺ ദ പാസ്റ്റ് ഓഫ് ഹ്യൂമൻ ലൈഫ്. അവിടെ പറയുന്നത് ഹിസ്റ്റോറിക്കൽ മോണുമെൻറ്റ് ഇപ്പോഴും പ്രിസേർവ് ആവണമെന്നുണ്ട്. പ്രിസേർവ് ആവണം എന്തിനു വേണ്ടിയിട്ടാണ്? ഇനി വരുന്ന ജനറേഷന് വേണ്ടിയിട്ട് ഹിസ്റ്റോറിക്കൽ മോണുമെൻറ്റ്സ് ഇപ്പോഴും പ്രിസേർവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മളുടെ ഓപ്പർച്യൂണിറ്റിയാണ്. എന്തുകൊണ്ടാണ് പ്രിസേർവ് ആവുന്നത്? ബിക്കോസ് ദേ ഗീവ് മച്ച് വാല്യബിൾ ഇൻഫോർമേഷൻ ഓൺ ദ പാസ്റ്റ് ഓഫ് ഹ്യൂമൻ ലൈഫ്. പണ്ടത്തെ ആൾക്കാരുടെ ലൈഫത്തെ ഓരോരോ വാല്യബിൾ ഇൻഫോർമേഷൻ നമുക്ക് അതിൽ നിന്ന് ഇപ്പോഴും ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് അടുത്ത പേജ് എടുക്കാം. അടുത്ത പേജിൽ കാണിക്കുന്നത് സ്നീക്ക് ആൻഡ് ഫൈൻഡ് ആണ്. അവിടെ 3 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം. The pictures given below are the remains related to fungal participate in incident Kerala. Find out names and write them down in the columns provided. അവിടെ 3 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഒരു അംബർല ഷേപ്പിലില്ലേ, അതിനാണ് പറയുക കുടക്കല്ല്. അതിന് കുടക്കല്ല് എന്ന് പറയും. അതിൻ്റെ അടിയിൽ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. ഒരു 4 സ്റ്റോൺ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു സ്റ്റോൺ വെച്ചതാണ്. അതിന് നമ്മൾ പറയുന്ന പേരാണ് മുനിയറ. പിന്നെ അതിൻ്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട് ഒരു കുടം. ആ കുടത്തിൻ്റെ പേരാണ് നന്നങ്ങാടി. നമുക്ക് അതൊക്കെ എന്താണെന്ന് നോക്കാം. ഈ കുടക്കല്ല് എന്ന് പറഞ്ഞാൽ പണ്ടുള്ള ആൾക്കാരുടെ ഡെഡ് ബോഡിയൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെക്കുന്നതാണ് ഈ കുടക്കല്ല് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കുടക്കല്ല്? ഇറ്റ് ഈസ് എ മെഗാലിറ്റിക് മോണുമെൻറ്റ് ഫൗണ്ട് ഇൻ കേരള. അത് കേരളയിലുള്ള ഒരു മെഗാലിറ്റിക് മോണുമെൻ്റ് ആണ്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ ഓൾഡ് ടോംബ്. അതൊരു ഓൾഡ് ടോംബിൻ്റെ ഒരു പാർട്ടാണ്. ആഫ്റ്റർ ഡെഡ് ബോഡി വാസ് പ്ലേസ്ഡ് ഇൻ ദ ടോംബ്. ഡെഡ് ബോഡി ആ ടോംബിൽ പ്ലേസ് ചെയ്തിട്ട് ഓൺ ദ അംബർല ഷേപ്പ്ഡ് ബ്ലോക്ക് വാസ് കെപ്റ്റ് ഓവർ. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു അംബർല ഷേപ്പിലുള്ള ഒരു ബ്ലോക്ക് വെക്കും.
ദർ ടു ഐഡൻറ്റിഫൈ ദ പ്ലേസ്. എന്തിനാണ് അത് വെക്കുന്നത്? ആ പ്ലേസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെക്കുന്നത്. ബിക്കോസ് ഇറ്റ് ലുക്ക് ലൈക്ക് ആൻ അംബർല. ദീസ് ആർ ഓൾസോ നോൺ ആസ് അംബർല സ്റ്റോൺ. അതിന് നമ്മൾ അംബർല സ്റ്റോൺ എന്നും വിളിക്കും. അതിൻ്റെ അടിയത്തത് മുനിയറ. മുനിയറ എന്ന് പറഞ്ഞാൽ 4 സ്റ്റോൺ വെക്കും. എന്നിട്ട് അതിൻ്റെ ഓരോരോ അഡ്ജസ്റ്റിലും 4 സ്റ്റോൺ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു 5th സ്റ്റോൺ വെക്കും. അപ്പോൾ എന്താണ് മുനിയറ? ഇറ്റ് വാസ് ബ്രിഡൽ ചാമ്പർ മെയ്ഡ് ഓഫ് 4 സ്റ്റോൺ പ്ലേസ്ഡ് ഓൺ 4 edges ആൻഡ് കവേർഡ് ബൈ എ 5th സ്റ്റോൺ കോൾഡ് ക്യാപ് സ്റ്റോൺ. അപ്പോൾ എന്താണ്? ഈ മുനിയറയ്ക്ക് നമ്മൾ ക്യാപ് സ്റ്റോൺ എന്നും പറയും. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് നന്നങ്ങാടിയാണ്. ഇറ്റ് വാസ് ഓൾസോ യൂസ്ഡ് ഫോർ ബ്രിഡൽ പർപ്പസ്. നന്നങ്ങാടി ആർ ബിഗ് clay jar. The dead body was placed in the jar and burned in the soil. The dead man, weapons, vessel used by him, etc. were also placed in the jar along with the dead body. നന്നങ്ങാടി എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ബിഗ് ക്ലേ ജാറാണ്. നമ്മളെ മണ്ണിൻ്റെ ഒരു വലിയ ജാറാണ്. അതിൽ നമ്മളെ ചെറിയ കുടമൊന്നുമില്ല കേട്ടോ, നല്ല വലിയൊരാളൊക്കെ കൊള്ളുന്നതാണ്. നമ്മൾ മരിച്ച ആൾക്കാരെ അതിൽ ഇട്ടിട്ട് അയാൾ യൂസ് ചെയ്ത സാധനങ്ങളൊക്കെ അതിലിട്ടിട്ട് അത് മണ്ണിൻ്റെ അടിയിൽ കുഴിച്ചിടുകയാണ് ചെയ്യുക. അപ്പം നന്നങ്ങാടി എന്താണെന്ന് നമ്മൾ പഠിച്ചു. അതിൻ്റെ അടിയിൽ കണ്ടോ, ഹിസ്റ്ററി മ്യൂസിയം ഇൻ സ്കൂൾ. Collect the object of historical importance from your home and locality and set up a history museum in your school. അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ വീട്ടിൽ നിന്നും ലൊക്കാലിറ്റിയിൽ നിന്നും എല്ലാം കുറച്ച് മ്യൂസിയത്തിൽ വെക്കാൻ പറ്റുന്ന ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള സാധനങ്ങൾ കളക്ട് ചെയ്തിട്ട് നിങ്ങളെ സ്കൂളിലൊരു ഹിസ്റ്ററി മ്യൂസിയം ഉണ്ടാക്കാനാണ് പറയുന്നത്. അതിന് എന്തൊക്കെയൊക്കെ സാധനം വേണ്ടി വരും? കോയിൻസ് വേണ്ടി വരും, പിന്നെ പാംപ്ലീസ് വേണ്ടി വരും, പിന്നെ ആൻറ്റിക് ലാമ്പ് വേണ്ടി വരും, പിന്നെ ഓൾഡ് ടൂൾസ്, ട്രഡീഷണൽ അഗ്രികൾച്ചർ ടൂൾസ്, പിന്നെ സ്റ്റാമ്പ് യൂസ് ചെയ്യാം, പിന്നെ ടോസ് യൂസ്ഡ് ഫോർ റൈറ്റിംഗ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് അതിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് അടുത്ത പേജ് എടുക്കാം. ഞാനിപ്പോൾ പറഞ്ഞ സാധനങ്ങളൊക്കെ അടുത്ത പേജിൻ്റെ ഏറ്റവും മുകളിലുണ്ട്. ഇനി നമുക്ക് അടുത്ത ഇതായില്ല അവിടെ കാണിക്കുന്നുണ്ട്, ഇൻ സെർച്ച് ഓഫ് ഡേറ്റ. അവിടെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ കലപ്പയാണ്. ഇപ്പം നമ്മൾ നിലമൊക്കെ കൃഷിക്ക് വേണ്ടിയിട്ട് ഉഴുത് മറിക്കുന്നത് എങ്ങനെയാണ്? ട്രാക്ടറിലൊക്കെയാണ്. ട്രാക്ടർ ഒന്നും ആ പണ്ടത്തെ കാലത്ത് ഇല്ലായിരുന്നു. അപ്പം നമ്മൾ ട്രാക്ടറിൻ്റെ പകരം പണ്ടത്തെ കാലത്ത് കൃഷി ചെയ്യാൻ യൂസ് ചെയ്തിരുന്നത് ഈ കലപ്പയാണ്. ഈ കലപ്പ വെച്ചിട്ടായിരുന്നു പണ്ടത്തെ ആൾക്കാരൊക്കെ എന്ത് ചെയ്തിരുന്നത്? നിലം ഉഴുത് മറിക്കുന്നത്. അടുത്തത് കിണ്ടി. അത് പണ്ടുള്ള ആൾക്കാരുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാകും. അടുത്ത് വീശറി എന്ന് പറഞ്ഞാൽ പണ്ടുള്ള കാലത്ത് ഫാനൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഫാനിൻ്റെ പകരം അവരുടെ ചൂട് മാറ്റാൻ വേണ്ടി അവർ യൂസ് ചെയ്തിരുന്നത് ഈ വീശറിയാണ്. പിന്നെ അവിടെ കാണിക്കുന്നത് വാട്ടർ വീലാണ്. നമ്മൾക്കൊക്കെ ഇപ്പോൾ ചെടി തൈകൾ നനയ്ക്കാൻ ഓസ് ഉണ്ട്. ആ കാലത്ത് ഓസ് ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് അവർ യൂസ് ചെയ്തിരുന്നത് ഇതാണ്. ഇവിടേക്ക് വെള്ളം വരുമ്പോൾ അത് തെറിച്ച് കൃഷി സ്ഥലത്തേക്ക് എത്തും. പിന്നെ ലാമ്പാണ്. അത് പണ്ടുള്ള എല്ലാ വീട്ടിലും ഉണ്ടായിരുന്നു. പണ്ടുള്ളത്തെ ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ലാമ്പായിരുന്നു അവിടെ യൂസ് ചെയ്തിരുന്നത്. അതിൻ്റെ അടിയിൽ കുറച്ച് ഇത് കൊടുത്തിട്ടുണ്ട്. ദീസ് ഒബ്ജക്റ്റ് വേർ യൂസ്ഡ് ബൈ അവർ ഫോർ ഫാദേഴ്സ് ഇൻ ദ പാസ്റ്റ്. പണ്ടുള്ള കാലത്ത് നമ്മുടെ ഫോർ ഫാദേഴ്സ് പാസ്റ്റിൽ യൂസ് ചെയ്തിരുന്ന സാധനങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മേക്ക് ആൻ എൻക്വയറി ഓൺ ദിസ് ഇമ്പോർട്ടൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൽഡേഴ്സ് in your family and locality. Prepare a report based on the information gathered and present in your class. അത് വെച്ചിട്ട് ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങളെ ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്യാനാണ് പറയുന്നത്. There are a lot of historical remains around us. They are to be preserved for coming generation, as it would provide them regarding the provide to which these sources belong. The study about them would be more interesting. എന്താണ് ഇവിടെ പറയുന്നത് എന്ന് വെച്ചാൽ, ഈ നമ്മളിപ്പോൾ കണ്ട ഈ പിക്ചർ മൊത്തം പണ്ടുള്ള കാലത്ത് നമ്മൾ ഫോർ ഫാദേഴ്സൊക്കെ യൂസ് ചെയ്ത സാധനങ്ങളായിരുന്നു. നിങ്ങൾ ഇതെല്ലാം വെച്ചിട്ട് അതേപോലെ നിങ്ങൾ എൽഡേഴ്സിൻ്റെ ഹെൽപ്പൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കണം. എന്നിട്ട് അത് നിങ്ങളെ ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്യണം. അതാണ് പറയുന്നത്. പിന്നെ അതിൻ്റെ ഏറ്റവും അടിഭാഗത്തായിട്ട് ഒരു ക്വസ്റ്റ്യൻ പറയുന്നുണ്ടല്ലോ, ദേ ആർ ടു ബി പ്രിസേർവ്ഡ് ഫോർ കമ്മിങ് ജനറേഷൻ. അത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണം. അത് ചിലപ്പം നിങ്ങൾക്ക് വരാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത് നോക്കാം. പ്രിപ്പയർ എ ആൽബം.
അവിടെ ഏറ്റവും അടിയിൽ പറയുന്നുണ്ട് പ്രിപ്പയർ എ ആൽബം, കളക്ട് പിക്ചേഴ്സ് ഓഫ് ഹിസ്റ്റോറിക്കൽ സോഴ്സസ് ആൻഡ് പ്രിപ്പറേഷൻ ആൻഡ് ആൽബം വിത്ത് പ്രോപ്പർ ഡിസ്ക്രിപ്ഷൻ. അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനത്തെ ഹിസ്റ്റോറിക്കൽ സോഴ്സസോ ഉള്ള പിക്ചേഴ്സൊക്കെ വെച്ചിട്ടൊരു ആൽബം പ്രിപ്പയർ ചെയ്യാനാണ്. അത് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പേജ് എടുക്കാം. നെക്സ്റ്റ് പേജിൽ പറയുന്നത് റെക്കോർഡിംഗ് ടൈം എന്നാണ്. എന്താണ് ഈ റെക്കോർഡിംഗ് ടൈം? നമുക്ക് നോക്കാം. When did India attain independence? It was in 1947 as you know. നിങ്ങൾക്കറിയില്ല, നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയത് 1947 ദ ഫോർമേഷൻ ഓഫ് ദി സ്റ്റേറ്റ് ഓഫ് കേരള വാസ് ഇൻ. നമ്മളെ കേരളയ്ക്ക് കിട്ടിയതോ എപ്പോഴാണ്? 1956 കേരളയ്ക്ക് കിട്ടിയത്. ഹൗ മെനി ഇയേഴ്സ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് വാസ് ദ സ്റ്റേറ്റ് ഓഫ് കേരള ഫോംഡ്? ഗാന്ധിജി ലെഡ് ദ സോൾ സത്യാഗ്രഹ ഇൻ 1930. 1930 ഗാന്ധിജി സോൾ സത്യാഗ്രഹ ആരംഭിച്ചത്. ഹൗ മെനി ഇയേഴ്സ് ബിഫോർ ദ ഇൻഡിപെൻഡൻസ് വാസ് ദ സോൾ സത്യാഗ്രഹ ഓർഗനൈസ്ഡ്? Her chronology is measured based on the year of Indian independence. Today, the Christian era is common scale of chronology all over the world. ഈ ഓൾ ഓവർ ദ വേൾഡ് ഇപ്പോൾ ക്രോണോളജിക്ക് കോമൺ സ്കെയിലായിട്ട് വരുന്നത് ക്രിസ്ത്യൻ ഇറയാണ്. ദ പീരീഡ് ഇൻ ഹിസ്റ്ററി ഈസ് ഡിവൈഡഡ് ഇൻ ടു AD ആൻഡ് BC ബിസൈഡ് ഓൺ ദ ബർത്ത് ഓഫ് ജേഷൂസ് ക്രിസ്റ്റ്. The time before and the after the birth of Jesus Christ is known as BC. BC എന്ന് പറഞ്ഞാൽ ബിഫോർ ക്രിസ്റ്റ്. പിന്നെ ആൻഡ് AD എന്ന് പറഞ്ഞാൽ അന്നോ ഡൊമിനി respectively. Now they are also known as CE. അപ്പോൾ ആ AD എന്തായി? CE ആയി മാറി. CE എന്ന് പറഞ്ഞാൽ കോമൺ ഇറ. ആൻഡ് BC എന്തായി മാറി? BCE ബിഫോർ കോമൺ ഇറയോ ആയി മാറി. അതാണ് ഇവിടെ പറയുന്നത്. അതിൻ്റെ ഏറ്റവും മുകളിൽ പറയുന്നുണ്ട് അന്നോ ഡൊമിനി എന്ന് പറഞ്ഞിട്ടൊരു ബോക്സ് ഉണ്ട്. ആ ബോക്സ് നോക്കൂ. ദിസ് ലാറ്റിൻ വേൾഡ് മീൻ ഇൻ ഇയർ ഓഫ് അവർ ലോഡ്. ഇറ്റ് സയൻറ്റിഫിക്സ് ദ ഇയർ ഓഫ് ബർത്ത് ഓഫ് ജേഷൂസ് ക്രിസ്റ്റ്. അന്നോ ഡൊമിനി എന്ന് പറഞ്ഞാൽ ജേഷൂസ് ക്രിസ്റ്റ് ജനിച്ചു കഴിഞ്ഞതിനുള്ള ശേഷം. പിന്നെ BCE എന്ന് പറഞ്ഞാലോ? BC മീൻസ് ബിഫോർ ക്രിസ്റ്റ്. ബിഫോർ ക്രിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ജേഷൂസ് ക്രിസ്റ്റ് ജനിക്കുന്നതിൻ്റെ മുമ്പേ. അതാണ് അവിടെ പറയുന്നത്. അടുത്ത പേജ് നോക്കൂ. ഹാവ് എ ഗ്ലേസ് അറ്റ് ദ കലണ്ടർ. നിങ്ങളൊക്കെ വിചാരം എന്താ? കലണ്ടർ നമ്മൾ ഡേറ്റ് നോക്കാൻ മാത്രമാണെന്നാണ്. പക്ഷെ അല്ല, കലണ്ടറിൽ പലതരം ഇറാസ് ഉണ്ട്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ഇറാസ് മെൻഷൻഡ് ഇൻ ദ കലണ്ടർ? റൈറ്റ് ദം ഡൗൺ. ഒന്ന് ക്രിസ്ത്യൻ ഇറ, പിന്നെ കൊല്ലം ഇറ, ഷഗായിറ, ഹിജറ ഇത. ഇതെല്ലാം നിങ്ങൾക്ക് എന്താ കലണ്ടറിൽ പോയി നോക്കിയാൽ കാണാം. ഷഗായിറ, ഹിജറ ഇറ, കൊല്ലം ഇറ, ക്രിസ്ത്യൻ ഇറ, ഇതെല്ലാം കലണ്ടറിൽ ഉണ്ടാകും. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെഞ്ച്വറീസ് ആണ്. എന്താണ് സെഞ്ച്വറി? നമുക്ക് നോക്കാം. ഡു യു നോ ഇൻ വിച്ച് സെഞ്ച്വറി ആർ യു ലിവിങ്? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം നിങ്ങളിപ്പോൾ ഏത് സെഞ്ച്വറിയിലാണ് ഉള്ളതെന്ന്? യെസ്, നമ്മളിപ്പോൾ ഉള്ളത് 21st സെഞ്ച്വറിയിലാണ് അല്ലേ? ഡു യു നോ വെൻ ഇറ്റ് ബിഗെയിൻ? എ സെഞ്ച്വറി ഡൊണേറ്റ് 100 ഇയേഴ്സ്. ഈ സെഞ്ച്വറി വരുന്നത് 100 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ്. For example, AD 1 to AD 100 is the first century. AD 1901 to AD 2000 is the 20th century. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇനി പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഈ സെഞ്ച്വറി കണക്കാക്കുക എന്നാണ്. അതിൻ്റെ അടിയിൽ കുറച്ച് ബോക്സ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാനുള്ള ബോക്സ്. എങ്ങനെ സെഞ്ച്വറി കണക്കാക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ AD 2014 ആണെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ ആ 14 അവിടെ നിന്ന് അങ്ങോട്ട് മാറ്റുക. അപ്പോൾ അവിടെ ബാക്കി 20 ഉണ്ടാവും. അപ്പോൾ 20ൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ 21 ആവും. അപ്പോൾ 21st സെഞ്ച്വറിയാണ്. അപ്പോൾ AD 2014 സെഞ്ച്വറി എത്രയാണ്? 21st സെഞ്ച്വറി. അപ്പോൾ അതിലും ചെറിയ നമ്പറാണെന്ന് വിചാരിക്കുക.
261 ആണെന്ന് വെച്ചാൽ നമ്മളതെങ്ങനെയാണ് ഫസ്റ്റ് ഏത് നമ്പർ വരുന്നത് ഫസ്റ്റത്തെ 2 അക്ഷരം അങ്ങോട്ട് നമുക്കെടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ 61 മാറ്റി വെച്ചാൽ ബാക്കി 2 ഉണ്ടാവും. അപ്പോൾ 2ൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ 3. അപ്പോൾ എത്രയാണ് 3rd century. അങ്ങനെയാണ് നമ്മൾ സെഞ്ച്വറി കണക്കാക്കുക. അതിൻ്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട് ഇൻ ഹിസ്റ്ററി the question one is very important. The chronological sense help us to find out the answer to this question. The chronological order and sense in invariable recording and learning history. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വരും. നമ്മുടെ കോമൺ സ്കെയിൽ നമ്മൾ നേരത്തെ അതിൻ്റെ മുമ്പുള്ളൊരു പേജിൽ പഠിച്ചു കോമൺ സ്കെയിൽ. അപ്പോൾ പറയും വാട്ട് ഈസ് ദ കോമൺ സ്കെയിൽ ഓഫ് ക്രോണോളജി ഓൾ ഓവർ ദ വേൾഡ്. അപ്പോൾ അതിൻ്റെ ആൻസർ ആയിട്ട് വരിക ക്രിസ്റ്റലിയറിയാണ്. വേറെ ക്വസ്റ്റ്യൻ വരിക വാട്ട് ഈസ് മീൻ ബൈ ക്രോണോളജി. അതിന് ആൻസർ ആയിട്ട് വരിക ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ഇവൻറ്റ് ഓർ ഡേറ്റ്സ് ഇൻ ദ ഓർഡർ ഓഫ് ദയർ ഒക്യുറൻസ് ഈസ് മീൻ ബൈ ക്രോണോളജി. അതാണ് ആൻസർ വരിക. പിന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരും എക്സ്പ്ലെയിൻ എ ഡി ആൻഡ് ബി സി. എന്താണ് എ ഡി, എന്താണ് ബി സി? അങ്ങനെ പറഞ്ഞാൽ ദ ടൈം ബിഫോർ ദ ബർത്ത് ഓഫ് ജേഷൂസ് ക്രിസ്റ്റ് ഈസ് നോൺ ആസ് ബി സി, ബിഫോർ ക്രിസ്റ്റ്. ദ ടൈം ആഫ്റ്റർ ദ ബർത്ത് ഓഫ് ജേഷൂസ് ക്രിസ്റ്റ് ഈസ് നോൺ ആസ് എ ഡി. അന്നോ ഡൊമിനി. അന്നോ ഡൊമിനി ഈസ് എ ലാറ്റിൻ വേർഡ് മീനിങ് ദ ഇയർ ഓഫ് അവർ ലോഡ്. Now, AD is also known as CE, Common Era, and BC is also known as BCE, Before Common Era. അങ്ങനെയായി മാറി. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ ഇതാ ഫിനിഷ് ആയിട്ടുണ്ട്. ഈ ലെറ്റസാസിസ് ഒക്കെ ആണ് അതിൻ്റെ അടിയിൽ പറയുന്ന ലെറ്റസാസിൻ്റെ ഏറ്റവും അടിയിൽ പറയുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ഔട്ട് ദ എവിഡൻസ് ദാറ്റ് ആർ ഹെൽപ്ഫുൾ ഇൻ റെക്കോർഡിംഗ് ഹിസ്റ്ററി. ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻ ടു ഹിസ്റ്റോറിക്കൽ ആൻഡ് പ്രീ ഹിസ്റ്റോറിക് സോഴ്സസ്. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ കുറച്ച് പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. കോയിൻസ്, ബുക്ക്, പെയിൻറ്റിങ്, സ്റ്റാമ്പ്സ് അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതാണ് പ്രീ ഹിസ്റ്റോറിക് പീരീഡിൽ പെടുന്നതെന്നും ഏതാണ് ഹിസ്റ്റോറിക് പീരീഡിൽ പെടുന്നതെന്നും നിങ്ങൾ വേർതിരിച്ചെഴുതണം. അതാണ് ഇവിടെ പറയുന്നത്. അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്താക്കാൻ ശ്രമിക്കണം. നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ പറ്റാത്തവർ കമൻ്റ് ഇടണം. ഞാൻ അടുത്ത വീഡിയോയിൽ അതും ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ നമ്മളുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബായ്, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.